ഓക്കെ. സോ ക്ലിനിക്കൽ ഫാർമസിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത് അറിയാലോ അല്ലെ, നമ്മുടെ ഡ്രഗ് എങ്ങനെ ബോഡിയിൽ ആക്ട് ചെയ്യണം, ഒരു ഡ്രഗ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബോഡിയിൽ എന്തൊക്കെയാണ് അതിന്റെ റോൾ ഉള്ളത്, അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്താ ക്ലിനിക്കൽ ഫാർമസി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഓരോ ഡിസീസിനെ പറ്റിയിട്ട് ആ ഓരോ ഡിസീസിന്റെ കണ്ടീഷൻസ് എന്താണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസീസ് മാനിഫെസ്റ്റേഷൻ ആൻഡ് പാത്തോഫിസിയോളജി ഓഫ് ട്യൂബർകുലോസിസ്. അപ്പം എന്താണ് ഡിസീസ് എന്നുള്ളത് നോക്കാം. സോ ഡിസീസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് alteration in normal physiological function with the physical and mental discomfort due to modification takes place in the body, അല്ലെങ്കിൽ ഇൻവേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ ടോക്സിക് ഇഫക്ട് പ്രൊഡ്യൂസ് ബൈ എനി കെമിക്കൽ. സോ ഡിസീസ് എന്ന് പറയുന്നത് നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിങ്ങിൽ നിന്നുള്ള ഒരു ഓൾട്ടറേഷനാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം മെന്റൽ ഡിസ്കംഫോർട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ ഡിസ്കംഫോർട്ടും ഉണ്ട്. ആൻഡ് ദിസ് വിൽ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ഒന്നെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം ബോഡിയിലേക്ക് ഇൻവൈഡ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ആക്ഷൻ കൊണ്ടോ നമുക്ക് എന്തുണ്ടാകാം, ഡിസീസ് ഉണ്ടാകാം. സോ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. എന്താണ് സൈൻ നോക്കാം. സൈൻ എന്ന് പറയുന്നത് ഒബ്സർവബിൾ വൺ, അതായത് ഫീവർ, സ്വെല്ലിംഗ്, ഷിവറിംഗ്, റെഡ്നെസ് പോലെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സൂചനകൾ, അതാണ് സൈൻസ്. സൂചന, സൈൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീവർ, സ്വെല്ലിംഗ്, ഷിവറിംഗ്, റെഡ്നെസ് ഓഫ് സ്കിൻ. നെക്സ്റ്റ് ഈസ് സിംറ്റംസ്. സിംറ്റംസ് cannot be observed by others but felt by himself. അതായത് വേദന, ഒരു സുഖമില്ലായ്മ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് സൈൻ, ഇറ്റ് ഈസ് സിംറ്റം. നോസിയ, ബേണിംഗ് വിത്ത് സെൻസേഷൻ, ഇറിറ്റേഷൻ, ഡ്രൈനെസ് ഓഫ് മൗത്ത്. ഒരാൾക്ക് സ്വയമേ തോന്നുന്നതിനെ സിംറ്റംസ് എന്നും മറ്റൊരാളായി നിർവചിക്കപ്പെടാൻ സാധിക്കുന്നതിനെ സൈൻസ് എന്നും പറയും. ഒരു ഹെപ്പറ്റൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ പേഷ്യന്റ് സ്വയം തോന്നുന്ന ബുദ്ധിമുട്ടും ഡോക്ടർക്ക് കുറച്ച് സയൻസിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് രണ്ടും രണ്ടാണ്. നെക്സ്റ്റ് ഈസ് ലെഷൻസ്. ലെഷൻസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു വൂണ്ടോ നമ്മുടെ ബോഡി സ്ട്രക്ചറിൽ ഉണ്ടാകുന്നത് ഒരു അസുഖം കാരണമാണെങ്കിൽ അതിനെയാണ് ലെഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സീക്വൽ. ദ ഔട്ട്കം ഓഫ് എ ഡിസീസ് ഈസ് റെഫർഡ് ടു ആസ് സീക്വൽ. അതായത് ജോണ്ടിസ് കഴിയുമ്പോൾ മലേറിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ പാട് അവിടെ നിൽക്കുന്നു, അതിനെയാണ് SEQUEL, സീക്വൽ. ഓക്കെ. സോ സീക്വൽ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് വരുന്നു അതിന്റെ ഫലമായിട്ടുണ്ടായിരുന്നതാണ് സീക്വൽ. സോ ദ ഡിസീസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്, ഒന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസ്, രണ്ട് സെറോളജിക്കൽ ഡിസീസ്, മൂന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നാല് എൻഡോക്രൈൻ അല്ലെങ്കിൽ എക്സോക്രൈൻ ഡിസോർഡർ, അഞ്ച് കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് ഡിസോർഡർ, ദെൻ ഫങ്ഷണൽ ഡിസീസ്. ഓക്കെ. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ എക്സാമ്പിൾസ് പറഞ്ഞേ. ട്യൂബർകുലോസിസ് കോസ്ഡ് ബൈ ദ ഓർഗാനിസം മൈക്കോബാക്ടീരിയ ട്യൂബർകുലോസിസ്, ദെൻ ന്യൂമോണിയ, ദെൻ സെറോളജിക്കൽ ഡിസീസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഡയബറ്റിസ്, പെപ്റ്റിക് അൾസർ, കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്വയർഡ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ്, ഫങ്ഷണൽ ഡിസീസ് ആയിട്ടുള്ള എപ്പിലെപ്സി. നമുക്ക് ആദ്യം TB പോകാം. ഓക്കെ. TBയുടെ പ്രത്യേകത എന്താണ്, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ക്രോണിക് ഡിസീസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ഇൻ ഹ്യൂമൻ, മൈക്കോബാക്ടീരിയം ബോവിസ് ഇൻ ആനിമൽസ് ഉണ്ടാക്കുന്ന ഡിസീസ് ആണ്. അപ്പം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് റോബർട്ട് കോച്ച്. ഓക്കെ. സോ നമ്മുടെ അസുഖങ്ങളുടെ കിങ് എന്ന് വിളിക്കുന്നതാണ് ട്യൂബർകുലോസിസ്. ഒരു ഫ്യൂ ഡെക്കേഡ്സ് ബിഫോർ ട്യൂബർകുലോസിസ് കോൾഡ് ആസ് ദ കിങ് ഓഫ് ഡിസീസസ്. ഓക്കെ. അസുഖങ്ങളുടെ രാജാവ് എന്നാണ് ട്യൂബർകുലോസിസിനെ അറിയപ്പെടുന്നത്.
ഓക്കെ, സോ എപ്പിഡമിയോളജി പറയാം. വേൾഡ് പോപ്പുലേഷന്റെ ഒരു 1.7 billion individuals are affected worldwide with 8 to 10 million new cases and 3 million deaths per year. WHO എസ്റ്റിമേറ്റ് ചെയ്യുന്നതനുസരിച്ച് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ലോകത്തെ മൊത്തം മരണത്തിന്റെ 6% ട്യൂബർക്കുലോസിസ് ആണ്. അതായത് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് HIV ഇൻഫെക്ട് ആയിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ട്യൂബർക്കുലോസിസ് വന്നിട്ട് ഡെത്ത് ആവുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. പാത്തോഫിസിയോളജി എന്താ? ഈ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന റോഡ് ഷേപ്പ് ആയിട്ടുള്ള എയറോബിക് ബാക്ടീരിയ ഇവൻ എയർബോൺ ആണ്. സോ ആഫ്റ്റർ എയർബോൺ കണ്ടാമിനേഷൻ നേരെ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു. കാരണം അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ളത്. അവൻ ലങ്സിൽ എത്തുന്നു. അവിടെ ഈ ബാസിലെ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും. ഓക്സിജൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ലങ്സിൽ ഇവൻ നല്ലതുപോലെ വളരും. വളർന്നതിന് ശേഷം ലൈക്ക് നമ്മൾ പറയാ TB 2 സ്ഥലത്തുണ്ടാകും. ഒന്ന് പൾമണറി ആൻഡ് എക്സ്ട്രാ പൾമണറി എന്നാ പറയാ. സോ ലങ്സിൽ ഉണ്ടാവുന്നു, ലങ്സിന് പുറത്തുണ്ടാകുന്നു. സോ ഡിസീസിന്റെ ഗ്രാവിറ്റി കൂടുമ്പോൾ ഇത് ബോൺ, ലിവർ, ലിംഫ് ടിഷ്യൂസ് എല്ലാം അഫക്റ്റഡ് ആവും. സോ ഇറ്റ് കംപ്രൈസസ് ഓഫ് പൾമണറി ആൻഡ് എക്സ്ട്രാ പൾമണറി TB. സോ പൾമണറി TB എന്താണ്? പ്രൈമറി TB എന്ന് പറയും. അവിടെ എക്സോജീനസിലാണ്. അവർക്ക് അവരുടെ ബോഡിയിലെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. അവര് ട്യൂബർക്കിൾ ബാസിലെ അവരുടെ ലങ്സിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? പ്രൈമറി ആയിട്ട് ആ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി ബാസിലെയോടുള്ള സെൻസിറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടുന്നു. സെക്കൻഡറി പൾമണറി ട്യൂബർക്കുലോസിസ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിയാക്റ്റീവ് ട്യൂബർക്കുലോസിസ് എന്നറിയപ്പെടും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ട്യൂബർക്കുലോസിസ്, റിയാക്റ്റീവ് ട്യൂബർക്കുലോസിസ്. അപ്പൊ അവിടെ ഒരു പ്രൈമറി ട്യൂബർക്കുലോസിസ് ഉണ്ടായതിനു ശേഷം ബോഡി വിൽ ബി റെസിസ്റ്റന്റ്. അപ്പം എക്സോജീനിയസ്ലി റീഇൻഫെക്ഷൻ ഉണ്ടാവും. സോ നമ്മുടെ ലങ്സിന്റെ അപ്പർ ലോബിലായിരിക്കും സെക്കൻഡറി ഉണ്ടാകുന്നത്. പ്രൈമറി ആകുമ്പോൾ ലങ്സിലായിരിക്കും പ്രൈമറി ഉണ്ടാകുന്നത്. ഇനി മിലിയറി ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പൾമണറി ആണ്. നമ്മുടെ ബ്ലഡ് ആയിരിക്കും അഫക്റ്റഡ് ആവുക. ലിംഫോ ഹെമാറ്റോജീനസ് ഡിസീസ് എന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ വരെ എന്തുണ്ടാവും? ഈ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ ഉണ്ടാവും. ദെൻ പൈറക്സിയ ഒരു ഡിസീസ് സ്റ്റേറ്റ് ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ്: ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഫാറ്റീഗ്, മലേസ്, ലോസ് ഇൻ ബോഡി വെയ്റ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, രാത്രി കിടക്കുമ്പോൾ വിറവലുണ്ടാവുക, ക്ഷയം എന്നാണല്ലേ നമ്മൾ വിളിക്കുന്നത്. ക്ഷയം എന്താ? അത് ഒരാൾ ഭയങ്കരമായിട്ട് ചുമച്ചു കഴിഞ്ഞാൽ നമ്മളേക്ക് എന്താണ്? ക്ഷയമാണോ എന്ന് ചോദിക്കുന്നത്. എന്താ? ഡ്യൂ ടു കഫ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡ്യൂ ടു കഫ്, പ്രൊലോങ്ഡ് കഫ് വിത്ത് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ സ്പൂട്ടം, പെയിൻ ഇൻ ദ ചെസ്റ്റ്, ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും വിച്ച് പെർസിസ്റ്റ് ഇൻ ദ സ്പൂട്ടം ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് പ്ലൂറ ആൻഡ് പെരികാർഡിയം, ulcerative conditions. Then pulmonary artery in tubercle region break which result into massive hemorrhage. Okay, so pulmonary ഏരിയയിൽ ട്യൂബർക്കിൾ ലെഷൻസ് ഉണ്ടാകും. ഈ ലെഷൻസിനെയാണ് ട്യൂബർക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ട്യൂബർക്കിൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ലെഷൻസ് ആണ്. ഇവരെ ബ്രേക്ക് ചെയ്യുന്ന സമയം മാസീവ് ഹെമറേജ് ഉണ്ടാവുന്നതായിട്ട് കാണാം. ദെൻ ട്രീറ്റ്മെന്റ് എന്താണ് TBയുടെ? അപ്പൊ അറിയാം, ഫസ്റ്റ് ലൈൻ ഏജന്റ് പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലൈൻ ഏജന്റ് പഠിച്ചിട്ടുണ്ട്. ഐസോനിയാസിഡ്, എത്തിയോണമൈഡ്, എത്താംബ്യൂട്ടോൾ, സ്ട്രെപ്റ്റോമൈസിൻ, പൈറസിനമൈഡ്, ദെൻ ടാരാമിനോസാലിസിലിക് ആസിഡ്, എല്ലാവരും എന്താണ്? ആന്റി TB ഏജന്റ്സ് ആണ്. അപ്പം ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിവാമ്പസിൻ, ഐസോനിയാസിഡ്, പൈറസിനമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ, എത്താംബ്യൂട്ടോൾ. അപ്പം കോമ്പിനേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ടോക്സിസിറ്റി കുറച്ചുകൊണ്ട് നല്ലതായിട്ട് അവരുടെ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? റിവാമ്പസിനും പൈറസിനമൈഡും ഐസോനിയാസിഡും എത്താംബ്യൂട്ടോളും ഒരു 2 മുതൽ 3 മാസം വരെ നമ്മൾ കൊടുക്കും. കാരണം പ്രൈമറി റെസിസ്റ്റൻസ് തടയാനായിട്ട്. പിന്നീട് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കൊടുക്കുന്നതിന്റെ കൂടെ ഒരു സെക്കൻഡ് ലൈൻ ഏജന്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു 4 months തെറാപ്പി കണ്ടിന്യൂ ചെയ്യും. ഐസോനിയാസിഡ് കൊടുക്കുമ്പോൾ വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ആലോചിക്കുക. സോ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട പെറിഡോക്സിൻ. സോ ഹൈലി പ്രോട്ടീൻ ഡയറ്റ് ആണ്. സിറിയൽസ്, മീറ്റ്, എഗ്, മിൽക്ക്. ബോഡി വെയിറ്റ് കൂടാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്യൂബർക്കുലോസിസ് പേഷ്യന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡിസീസ് കഴിഞ്ഞു. ഇറ്റ് ഈസ് TB. നെക്സ്റ്റ് ഈസ്
ഹെപ്പറ്റൈറ്റിസ്. അപ്പം ഹെപ്പറ്റൈറ്റിസിന്റെ പ്രത്യേകത എന്താ? ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറൽ ഡിസീസ് ആണ്. ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്, ഡ്രഗ് ടോക്സിസിറ്റി, ആൽക്കഹോളിക് ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം രണ്ട് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായിട്ടും. പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ജി. ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് ആഫ്റ്റർ ജോണ്ടിസ്. ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്നു, ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്ന ആളുകൾക്ക് പിന്നീട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഒക്കെ ഇൻടേക്ക് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും. സോ HIV spreads by ingestion of contaminated food, water after jaundice. So it is a small non-enveloped single strand RNA picorona single strand ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. The injury result from autoimmune mediated damage. Okay, autoimmune mediated ആയിട്ടുള്ള ഒരു ഡാമേജ് ആണ് നമ്മുടെ HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കാണിക്കുന്നത്. ജോണ്ടിസിന് ശേഷം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്? അതിനെയാണ് സെറോളജിക്കൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഈസ് കോൾഡ് ആസ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് and hepatitis B is called as serological hepatitis. So hepatitis A and hepatitis B. അതിൽ തന്നെ acute ഉണ്ട്, chronic ഉണ്ട്, progressive hepatitis disease ഉണ്ട്, progressive also. So progressive hepatitis, acute and chronic hepatitis. ഇത്രയും എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇനി ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ടുണ്ട്, നമ്മൾ എല്ലാവരും സെറോളജിക്കൽ എന്നാണ് വിളിച്ചത്. ഇത് സിറോസിസിലേക്ക് കാര്യമാകാനുള്ള ഒരു പ്രശ്നം. ഈ മിക്കവാറും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് എ അല്ല ബി ആണ്. കാരണം അക്യൂട്ട് ആവാം, ക്രോണിക് ആവാം, പ്രോഗ്രസീവ് ആവാം, സെറോളജിക്കലേക്ക് പോവാം, സിറോസിസ് ഉണ്ടാകാം. ആൻഡ് ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് സിറിഞ്ച്, needle, blood transfusion and tattooing. So DNA containing virus. Genome HBV is partially double stranded ആണ്. അപ്പം A എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷെ B എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, സർക്കുലർ DNA ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവറിൽ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലിവറിൽ അത് ഹെപ്പറ്റൈറ്റിസ് സിറോസിസിലേക്ക് നയിക്കാം. പക്ഷെ അവിടുത്തെ സെൽസിനൊന്നും ഹെപ്പറ്റോടോക്സിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ റാപ്പിഡ്ലി അത് സിറോസിസിന് കാരണമാകും. ദെൻ ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നതാണ് മേജർ കോസ് ഓഫ് ലിവർ ഡിസീസ്. മെയിൻലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കണ്ടാമിനേറ്റഡ് നീഡിൽ ആൻഡ് സെക്ഷുവൽ കോണ്ടാക്ട്. അവിടെ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആണ്, RNA ഡിപെൻഡന്റ് വൈറസ് ആണ്, സിംഗിൾ സ്ട്രാൻഡ് ആണ്. അടുത്ത ഹെപ്പറ്റൈറ്റിസ് ഡി, ഇറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ ഹെപ്പറ്റൈറ്റിസ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഹെൽപ്പർ സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് ഡി ആക്റ്റീവ്. സോ ഡിയും ബിയും ആരാണ്? ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ഇ ആണ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ. മെയിൻലി മിഡിൽ ഏജ് ആയിട്ടുള്ള അഡൽറ്റ്സിനാണ് ഉണ്ടാവുക. സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ്. നിങ്ങൾക്ക് സ്റ്റൂൾസിലൊക്കെ HEV കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ഡി. Epidemiological studies പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് can be caused by infectious agent designed by F and G. എഫും ജിയും ഒക്കെ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് ഒരു പരിധി വരെ ഹെപ്പറ്റൈറ്റിസ് ജിയും ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാത്തോഫിസിയോളജി. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. വൈറസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇൻഡസ്ട്രിയൽ എപ്പിത്തീലിയൽ മ്യൂക്കോസയിലേക്ക് പോകുന്നു. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നേരെ ലിവറിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. ലിവറിൽ നിന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരും. സോ HAV
എന്ന ആള് intestine മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നു, ലിവറിൽ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നു. Then HBV ഉണ്ട്. This will replicate in the liver cells. These fragments get incorporated into the liver cell membrane and അതിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. HAV 2 മുതൽ 6 ആഴ്ച എടുത്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊഡോർമൽ, പ്രീ എക്ടറിക് ആൻഡ് എക്ടിരിക്. HBV എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം ഉണ്ട്. സോ HAV എന്ന് പറയുന്നത് 2 മുതൽ 6 ആഴ്ച. HBV എന്ന് പറയുന്നത് 3 മുതൽ 6 മാസം. ഓക്കെ, ഇനി സയൻസ് എന്തൊക്കെയാണ്? നോസിയ, വോമിറ്റിംഗ്, ഫീവർ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ബോഡി വെയിറ്റ് കുറഞ്ഞു പോണു, അതേപോലെ ഫാറ്റി ഫുഡ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെൻഡർനെസ് ഓഫ് ദ ലിവർ, സ്മെല്ലിന് ചേഞ്ച്, ടേസ്റ്റ്, ഫാരിംഗൈറ്റിസ്, ഫാരിങ്സിന് ഇൻഫെക്ഷൻ, കഫ്, യൂറിൻ വിൽ ഗെറ്റ് ഡാർക്ക്, അതായത് ബിൽറുബിന്റെ ലെവൽ കൂടുന്നു. സെറം ബിൽറുബിൻ 2 mg/100 ml എന്ന രീതിയിലേക്ക് കൂടുന്നുണ്ട്. അപ്പം അതൊക്കെ ജോണ്ടിസിലേക്ക് വഴിവെക്കാനുള്ള ഒരു കാരണമാണ്. Then once the condition reaches to jaundice, clinical features are identical in all type of hepatitis. The GIT symptoms decreases with the severity of the disease. അതായത് GIT ഉള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഡിസീസ് സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? സിംറ്റം കുറയുന്നു. അപ്പം വലുതായിട്ട് അസുഖം ഇല്ലെങ്കിൽ GIT സിംറ്റംസ് ഉണ്ടാക്കും. അസുഖം കൂടുതലാണെങ്കിൽ GIT സിംറ്റംസ് ഒന്നും കാണില്ല. SGOT, SGPT ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഹെപ്പാറ്റോസൈറ്റ്സിന് നെക്രോസിസ് ഉണ്ടാകുന്നുണ്ട് ആൻഡ് ഓൾട്ടേർഡ് സെൽ പെർമിയബിലിറ്റി. ദെൻ ഗ്ലോബുലിൻ ലെവൽ ഈസ് കോമൺലി ഇൻക്രീസ്ഡ്. അപ്പം SGOT, SGPT, ഗ്ലോബുലിൻ, സെറം ബിലിറുബിൻ ലെവലും ഇൻക്രീസ് ചെയ്യും. ട്രീറ്റ്മെന്റിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെയാണ്? മോണോതെറാപ്പി കൊടുക്കാം, കോമ്പിനേഷൻ കൊടുക്കാം, ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ഏജൻസും കൊടുക്കാം. മോണോതെറാപ്പി എന്ന് പറയുമ്പോൾ എന്താ? ഇന്റർഫെറോൺ ആൽഫ. ഓക്കെ, ഇന്റർഫെറോൺ ആൽഫ, പെനിസിലമൈൻ, ദെൻ ഇന്റർഫെറോൺ ആൽഫ 2A-യും 2B-യും ആയിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഡോസിലുള്ള വ്യത്യാസമാണ്. ദെൻ കോമ്പിനേഷൻ ആകുമ്പോൾ റിബാവൈറിനും ഇന്റർഫെറോണും അല്ലെങ്കിൽ ലാമിബുഡിനും സിഡോവുഡിനും. ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് ആണ് സൈലിമാറിൻ, SILYMARIN. ഓക്കെ, നെക്സ്റ്റ് ഈസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. റുമറ്റോയിഡ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള അസുഖമാണ്. എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമിക് അല്ലെങ്കിൽ ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ് ദാറ്റ് മെയിൻലി അഫക്ട് ദ ജോയിന്റ്സ്. ഓർഗൻസിനും ടിഷ്യൂസിലും ഒക്കെ അഫക്റ്റഡ് ആകാം. ഓക്കെ, ഇമ്യൂണോളജിക്കൽ ആണ്. മെഡിക്കേറ്റഡ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്, അല്ലെങ്കിൽ ജോയിന് ചുറ്റുമുള്ള സൈനോവിയൽ ലെയറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് അതർ സെൽസ് ഇൻ ദ ജോയിന്റ് സ്പേസ് ഡ്യൂ ടു അപ്പിയറൻസ് ഓഫ് RL ഫാക്ടർ, റുമറ്റോയിഡ് ഫാക്ടർ IgG കോംപ്ലക്സ് ആണ് അവിടെ ജോയിന്റിൽ ആക്ടിവേറ്റഡ് ആവുന്നത്. അവരെന്ത് ചെയ്യും? ലൈസോസോമൽ എൻസൈം റിലീസ് ചെയ്യുന്നു. ഈ ലൈസോസോമൽ എൻസൈം നമ്മുടെ കൊളാജൻ ഫൈബേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നു. അവരെന്ത് ചെയ്യും? ആർട്ടിക്കുലർ കാർട്ടിലേജിനെ ഡാമേജ് ചെയ്യുന്നു. വൺസ് ദ കാർട്ടിലേജ് ഓഫ് ന്യൂ ബോൺ അല്ലെങ്കിൽ ബോൺ ജോയിന്റ്സ് ഡാമേജ് ചെയ്താൽ അത് ആ ജോയിന്റ്സിൽ ഇൻഫ്ലമേഷനും പെയിൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇൻഫ്ലമേഷനും ഉണ്ടാക്കും. നെക്സ്റ്റ് ഈസ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി ഒരു മെക്കാനിസം കൂടി ഉണ്ട്, അതും കൂടെ പാത്തോഫിസിയോളജിയിൽ നോക്കിക്കോ. ബീറ്റാ സെൽസ് നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റഡ് ആവുമല്ലോ. നമുക്ക് എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ബീറ്റാ സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഇവന്മാർ ആന്റി ബോഡീസിനെ ഉണ്ടാക്കും. ഏതൊക്കെയാ? IgGയും IgMും. ഓക്കെ, സോ ഇമ്യൂണോഗ്ലോബുലിൻ M and G വെറൈറ്റി IgG and IgM. ആൻഡ് ഈ IgGയും IgMും എന്ത് ചെയ്യും? നമ്മുടെ in the respective presence of RA ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് കൂട്ടും. അപ്പൊ ബോഡിക്ക് നമ്മുടെ തന്നെ ജോയിന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയും ആ ജോയിന്റിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാനും തുടങ്ങും. ഇതിനെയാണ് നമ്മൾ പാത്തോഫിസിയോളജി ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സിംപ്റ്റംസ് വളരെ ഈസിയാ. വീക്ക്നെസ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആൻഡ് ബോഡി വെയിറ്റ്, മലേസ്, ലോ ഗ്രേഡ് ഫീവർ. ഇത് വാദപ്പനി എന്നൊക്കെ പറയുന്നത് ലോ ഗ്രേഡ് ഫീവർ ആണ്. ദെൻ മലേസ്, weakness and loss of appetite and body weight. Weakness and loss of appetite. Okay, then inflammation of the joints with aching. Okay,
So inflammation of the joint with aching. അപ്പൊ ഒരു ക്ഷീണം ഉണ്ടാകാം, ചെറിയ രീതിയിൽ പനി ഉണ്ടാകാം, then loss of appetite and body weight. As the disease progress, നമ്മുടെ ജോയിന്റ്സ് ഒക്കെ നീര് വെക്കുകയും അവരെ മൂവ്മെന്റ് ഒന്നും പറ്റില്ല, ജോയിന്റ്സ് ഓഫ് ദ ഫിംഗേഴ്സ് വിൽ ഗെറ്റ് ഇമ്മൊബിലൈസ്ഡ്, അനീമിയ ഉണ്ടാകാം, അതുപോലെ റെയ്നോൾഡ് സിൻഡ്രോം ഉണ്ടാകാം, അതായത് ആർട്ടറീസ് ഒക്കെ വലിഞ്ഞിട്ട് ഈ നമ്മുടെ എന്താ പറയാ മൂക്കിന്റെ തുമ്പ്, നമ്മുടെ കൈയുടെ അറ്റം, ഇയറിന്റെ ലോബ്, നെയിൽസ്, ഇവരിലൊക്കെ ഒരു നംബ്നെസ്, രക്തയോട്ടം കുറയാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? To relieve pain and inflammation, joint destruction, then depends upon the age, severity of disease and risk factor. Drugs നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? NSAID, aceclofenac, diclofenac, pyroxenia, COX-2, etoricoxib. Other agents ആണ് ഗ്ലൂക്കോസമൈനും പെനിസിലാമൈനും. സോ ഏതൊക്കെയാണ്? NSAID, NSAIDക്ക് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. ഡൈക്ലോഫിനാക്, അസിക്ലോഫിനാക്, അതായത് നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, നോൺ സെലക്റ്റീവ് അല്ല, അസിക്ലോഫിനാക്, അതേപോലെ തന്നെ വേറെ ഏതാണ് ഏജന്റ് വരുന്നത്? അസിക്ലോഫിനാക്, ഡൈക്ലോഫിനാക് ആൻഡ് പൈറോക്സിക്യാം. ദെൻ COX-2 ആണ് ഏതാണ്? etoricoxib. Okay, so selective inhibitor, non-selective inhibitors ഉണ്ട്. Selective agents ഏതൊക്കെയാണ്? സെലക്റ്റീവ് COX-2, non-selective ഏതാണ്? aceclofenac, diclofenac and pyroxicam. Next is glucosamine and penicillamine. നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൂടെ അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഫിസിയോതെറാപ്പി, ഹീറ്റ് തെറാപ്പി, റെഗുലർ എക്സസൈസ് ഒക്കെ നമുക്ക് യൂഷ്വലി ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഡയബറ്റിസ്, ഒരു ക്രോണിക് എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻസുലിന്റെ സെക്രീഷൻ കുറയുന്നു, അതായത് ഡിഫക്റ്റീവ് ഇൻസുലിൻ സെക്രീഷൻ ആൻഡ് ഗ്ലൂക്കോഗൻ, ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ്, അതായത് 80 മുതൽ 120 വരെ നമ്മുടെ ബ്ലഡില്, ഫാസ്റ്റിംഗിലൊക്കെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണ്. അതിനാണ് ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ പേഷ്യന്റ് ടൈപ്പ് 1 ടൈപ്പ് 2 കാണിക്കാം. ടൈപ്പ് 1 ആണ് ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റിസ് എന്ന് പറയും. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറയുന്നതാണ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് എന്ന് വിളിക്കും. ടൈപ്പ് 1ന്റെ പ്രത്യേകത എന്താണ്? ജനറ്റിക്കലി സസെപ്റ്റബിൾ. അപ്പൊ ഇത്തരം പേഷ്യൻസിന് നമ്മുടെ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ് ഓഫ് ലംഗഹൻസിലുള്ള ബീറ്റാ സെൽസ് ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ തന്നെ കുറവായിരിക്കും. സോ ടൈപ്പ് 1 റിസൾട്ട് ഫ്രം എ ജനറ്റിക്കലി സസെപ്റ്റബിൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള സെലക്ടീവ് ഡിസ്ട്രക്ഷൻ ഓഫ് 90% ഓഫ് ബീറ്റാ സെൽസ് ഓഫ് islet of Langerhans. Infiltration of T lymphocyte is accompanied by macrophages and lymphocytes with the loss of beta cells without involvement of the glucagon secreting alpha cells. ടൈപ്പ് 2 ആകുമ്പോൾ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. മോസ്റ്റ് പേഷ്യൻസ് ആർ ട്രീറ്റഡ് വിത്ത് ഡയറ്റ്, എക്സസൈസ്, ഓറൽ ഡ്രഗ്. ഓക്കെ, ദെൻ ബീറ്റാ സെൽ മാസിനകത്ത് പാൻക്രിയാറ്റിക്കില് അമൈലിൻ ഡെപ്പോസിഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഒന്ന് ഹെറിഡിറ്ററി ആയിട്ടുണ്ടാകാം, ചിൽഡ്രനിൽ നിന്ന് ഗ്രാൻഡ് ചിൽഡ്രനില് ഒക്കെ കാണാൻ സാധിക്കും ഹെറിഡിറ്ററി. 2 ഒബീസിറ്റി, വെയിറ്റ് കൂടുന്ന സമയം എന്ത് സംഭവിക്കും? ഡയബറ്റിസ് മെലിറ്റസ് ഒരു കോമോർബിഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് വരാം. ഇൻഫെക്ഷൻസ്, ഇൻഫ്ലുവൻസ, മംസ്, then beta sets of ലംഗഹൻസിനകത്ത് ഒരു ഡിസ്ട്രക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ സംഭവിക്കാം. പിന്നെ ചില ഡ്രഗുകൾ നമ്മുടെ ഇൻസുലിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ, ഫെനിറ്റോയിൻ, കാറ്റക്കലാമൈൻ, ലിഥിയം ആൻഡ് തൈറോയിഡ്. സോ ഏതൊക്കെയാണ്? ഫെനിറ്റോയിൻ, then thyroid preparations, then lithium, then C വെച്ച് തുടങ്ങുന്ന കാറ്റക്കിളാണ്. ഓക്കെ, സോ ഇത്രയുമാണ് വരുന്നത്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്ന് നോക്കണേ. പോളിഡിപ്സിയ, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ആണോ? പോളിഡിപ്സിയ. വാട്ട് ഇസ് പോളിഡിപ്സിയ? ഡിപ്സിയ, ഡിപ്പ് ചെയ്യുന്ന എപ്പോഴാ?
നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയത്താണ് ഡിപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്ലൂ ഇട്ട് ആലോചിച്ച് നോക്കിയേ. പോളിഡിപ്സിയ എന്താണ്? ഇൻക്രീസ് ഇൻ തോസ്റ്റ്. രണ്ട്, ലോസ് ഇൻ ബോഡി വെയിറ്റ് വിത്ത് മസ്കുലർ ഫറ്റീഗ്. ഓക്കെ, ഫസ്റ്റ് വൺ is polydipsia, increase in thirst. Second one, loss in body weight with the muscular fatigue. Next is polyphagia, excessive eating. ആൾക്കാർക്ക് ഭയങ്കര വിശപ്പ് ഉണ്ടാവും. അതേപോലെ polyuria, increased glucose excretion through urine. Then ketoacidosis, nocturia, blurred vision, numbness of feet, slow healing of wound, retinopathy, lesion of eye, renal failure also occur. So നമ്മളെപ്പോഴും പറയും ഷുഗർ കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഷുഗർ റിലേറ്റഡ് അല്ല, ഇറ്റ് ഇസ് മെയിൻലി റിലേറ്റഡ് ടു ന്യൂറോപ്പതിക് പ്രോബ്ലംസ്, retinopathic problems, then and also ഹീലിംഗ് ഭയങ്കര സ്ലോ ആയിരിക്കും. കീറ്റോഅസിഡോസിസ്, നൊക്ടൂറിയ, ബ്ലഡ് വിഷൻ. ഓക്കെ, സോ ഡയബറ്റിസ് മെലിറ്റസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രിപ്പറേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ മോണോതെറാപ്പി ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇൻസുലിൻ കൊടുക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുക? സബ്ക്യൂട്ടേനിയസ്ലി അഡ്മിനിസ്റ്റർ ചെയ്യും ഓൺ ദ ഗ്രാവിറ്റി, ഇത്രത്തോളം ഡയബറ്റീസ് ഉണ്ട് എന്നതനുസരിച്ച്. നെക്സ്റ്റ്, ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജന്റ് കൊടുക്കും. എക്സാമ്പിൾസ് പറയാമോ? ബിഗ്വാനൈറ്റ്സ്, മെറ്റ്ഫോർമിൻ, ഗ്ലിബൻഗ്ലാമൈഡ്, ഗ്ലിക്ലാസൈഡ്, മെറ്റ്ഫോർമിൻ ഒക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യും. അതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടി, ഫാറ്റ് കൂട്ടി, അല്ലെങ്കിൽ ഫാറ്റിന്റെ അളവ് എപ്പോഴും മീഡിയത്തിലാണ് കൊടുക്കാൻ പറ്റുക. പ്രോട്ടീൻ അളവ് കൂട്ടി നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പെപ്റ്റിക് അൾസർ. സോ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ എന്താ? GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റില് അൾസറേഷൻ ഉണ്ടാക്കുന്നു. സോ പെരൈറ്റൽ സെൽസ് എന്ത് ചെയ്യും? ദേ വിൽ സെക്രീറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെ? അതിന്റെ ആ ഒരു എക്സ്ട്രാ സെക്രീഷൻ കൊണ്ടാണ് പെപ്റ്റിക് അൾസർ ഉണ്ടാകുന്നത്. സ്ട്രെസ് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, ഡ്യൂോഡനൽ അൾസർ, NSAID ഇൻഡ്യൂസ്ഡ് അൾസർ, ഇതൊക്കെ കോമൺ ആണ്. ഓക്കെ, സോ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ വാഗസിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അസറ്റൈൽ കോളിനെ റിലീസ് ചെയ്യും. അതേപോലെ ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെൽസിനെയും എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യും. സോ വാഗസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുമ്പോൾ അവൻ ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. അവര് ചെന്നിട്ട് പെരൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് H+K+ATPase പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഈ H+ATPase പമ്പ് എന്ത് ചെയ്യും? ഇൻക്രീസ്ഡ് ആയിട്ട് HCl സെക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗ്യാസ്ട്രിക് ലൈനിങ്ങില് HClന്റെ കണ്ടിന്യൂസ് എക്സ്പോഷർ ഉണ്ടാവും. സോ കണ്ടിന്യൂസ് എക്സ്പോഷർ ഓഫ് ദിസ് എന്താ പറയുക gastric acid leads to peptic ulcer. So gastric ulcer occurs at the junction of different epithelial cells and also due to breakdown of mucosal barrier to back diffusion of acid. Apam there are different pathways by which you of their stimulation set with hypergastric acid secretion. ഒന്ന് ന്യൂറോക്രൈൻ പാത്വേ, അവിടെ അസിറ്റൈൽകോളിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അവ നേരെ പോയിട്ട് നമ്മുടെ പെരൈറ്റൽ സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിനാണ് ന്യൂറോക്രൈൻ പാത്വേ എന്ന് പറയുന്നത്. വാഗസ് നേരെ അസിറ്റൈൽകോളിൻ, അസിറ്റൈൽകോളിൻ നേരെ ഹിസ്റ്റമിൻ, ഹിസ്റ്റമിൻ നേരെ പെരൈറ്റൽ സെല്ല്. എൻഡോക്രൈൻ ആകുമ്പോഴോ എൻഡോക്രൈൻ പാത്വേ ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് സെൽ, ഗ്യാസ്ട്രിൻ സെക്രീറ്റിംഗ് സെല്ലാണ് ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെൽ, ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെല്ലാണ് നേരെ പോയിട്ട് പെരൈറ്റൽ സെല്ലിൽ. അപ്പം അതാണ് എൻഡോക്രൈൻ. പരാക്രൈൻ ആകുമ്പോഴോ ഹിസ്റ്റമിൻ സെക്രീറ്റിംഗ് സെല്ല് വാഗസ് സ്റ്റിമുലേഷൻ വഴി ആക്ട് ചെയ്യുന്നു. സോ ഹിസ്റ്റമിന് പെരൈറ്റൽ സെല്ലിൽ ആക്ടിവിറ്റി ഉണ്ട്. സോ ഹൈഡ്രജൻ പൊട്ടാസ്യം ATPase ആക്ടിവേറ്റഡ് ആകുന്നു. സോ അതെന്ത് ചെയ്യും? ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷൻ കൂട്ടുന്നു. ദെൻ ബേണിംഗ് സെൻസേഷൻ ഓഫ് സ്റ്റൊമക് ആൻഡ് ഗ്യാസ്ട്രിക് പെയിൻ. നമുക്കറിയാലോ എന്താ ബുദ്ധിമുട്ടുണ്ടാവാം? ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വയർ കത്തും, വയറിൽ വേദന ഉണ്ടാവും, അല്ലെ? ബേണിംഗ് സെൻസേഷൻ, ഗ്യാസ്ട്രിക് പെയിൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മലത്തില്, നമ്മുടെ ഫീക്കസിലൊക്കെ ബ്ലഡിന്റെ പ്രസൻസ് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാ ഇന്നർ ലൈനിങ്ങിൽ ബ്ലീഡിങ് വരുന്നത്. സോ ഹെമറേജ്. Then
ബ്ലഡ് ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അനീമിയ ഉണ്ടാകാം. പെയിൻ ഇൻ തൊറാക്സ് ആൻഡ് അപ്പർ അബ്ഡോമിനൽ റീജിയൻ, മെയിൻലി ഒരു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുക. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ കോളേജിലെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയം ഐ വിൽ ബി ഫീലിംഗ് വെരി മച്ച് ഒരു ഹങ്കർ ഫീലിംഗ്. ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. അത് ഹങ്കർ അല്ല, ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് ഒരു എന്താ പറയാ ഒരു ബേണിംഗ് ഫീലിംഗ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഒരു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. ദെൻ ട്രീറ്റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് ആൻഡ് പെപ്റ്റിക് അൾസർ ഫോക്കസ് ഓൺ ന്യൂട്രലൈസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് അസിഡിറ്റി. അപ്പം നമ്മൾ 2-3 ട്രീറ്റ്മെന്റ് പാറ്റേൺസ് ഉപയോഗിക്കും. ഒന്ന് H2 receptor ബ്ലോക്ക് ചെയ്യും, സിമിറ്റിഡിൻ, റാൻഡിൻ, ഫാമോട്രിൻ. പിന്നെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിനെ ബ്ലോക്ക് ചെയ്യും, ഒമിപ്രസോൾ, റാബിപ്രസോൾ, പാൻഡോപ്രസോൾ. പിന്നെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ പൊട്ടാസ്യം അൾസേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് എന്താ? ആസിഡ് വരുമ്പോൾ അവനെ ന്യൂട്രലൈസ് ചെയ്ത് കളയുക. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും ബിസ്മത്ത് സബ്സിട്രേറ്റും. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലും ബിസ്മത്ത് സബ്സിട്രേറ്റും. ഇനി സപ്പോർട്ടീവ് മെഷേഴ്സ് എന്താണ്? ആൽക്കഹോളിന്റെ കൺസപ്ഷൻ കുറയ്ക്കുക, തനിയെ NSAID കഴിക്കാതിരിക്കുക, സ്പൈസി ഫുഡ് കുറയ്ക്കുക, മെന്റൽ സ്ട്രെസ് കുറയ്ക്കുക. കണ്ടിട്ടില്ലേ, പെപ്റ്റിക് അൾസറുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ നേരെ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, എന്താ? അമിട്രിപ്റ്റിലിൻ. എന്താ അമിട്രിപ്റ്റിലിൻ ചെയ്യുക? അമിട്രിപ്റ്റിലിൻ നേരെ നമ്മുടെ ആ ഒരു സ്ട്രെസ് ഫാക്ടറിനെ ഡിക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഈസ് കാർഡിയോവാസ്കുലർ ഡിസീസസ്. അപ്പം നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഒരു ഹൈ ടെൻഷൻ സ്റ്റേറ്റിൽ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ലബ്ഡപ്പ് ഇങ്ങനെ എപ്പോഴും ബീറ്റ് കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് അവിടുന്ന് ബ്ലഡ് പുറത്തേക്ക് വരുന്നത്, റിലാക്സ് ചെയ്യുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബ്ലഡ് റീ എൻട്രി ചെയ്യുന്നത്. സോ പെരിഫറൽ റെസിസ്റ്റൻസ് നമ്മുടെ ആർട്ടറീസിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. സോ ഡയറ്റ് അല്ലാതെ അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്മോക്കിങ്ങോ ലിക്കറോ ഒക്കെ കഴിക്കുന്ന സമയം നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് കുറച്ച് സൈഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ കൺജനൈറ്റൽ ഡിസീസസ് അത് ജന്മനാ ഉണ്ടാകാം. അക്വയർഡ് ഡിസീസ് ജീവിത സാഹചര്യവശാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖം വന്നതുകൊണ്ട് ഉണ്ടായ പ്രോബ്ലം. ദെൻ ഇസ്കീമിക് ഡിസീസ് ആൻഡ് വാസ്കുലർ ഡിസീസ്. ഏറ്റവും ആദ്യം കൺജനൈറ്റൽ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട്. കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ഏട്രിയൽ സെപ്റ്റത്തിന് കുറച്ച് ഡീഫോമിറ്റീസ് ഉണ്ടാവും. ദെൻ വെൻട്രിക്കുലർ സെപ്റ്റൽ, ദെൻ സ്റ്റീനോസിസ്. പിന്നെ ഉള്ളത് അക്വയർഡ് റുമാറ്റിക് ഫീവർ ഉണ്ടെങ്കിൽ റുമാറ്റിക് ഹാർട്ട് ഫീവർ വന്നാൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ അക്വയർഡ് ആണ്. ഇസ്കീമിക് ആണ് കൊറോണറി ഹാർട്ട് ഡിസീസ്, അതായത് ലിപ്പിഡ് പോയിട്ട് ആർട്ടറീസിൽ പോയിട്ട് എന്താ പറയാ അതിന്റെ ലെയർ ഫോം ചെയ്തിട്ടുണ്ടാവുന്നതാണ് അഞ്ജൈന പെക്ടോറിസ് ആൻഡ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. Then vascularis, thrombosis and embolism. Then arteriosclerosis and atherosclerosis. 3 vascular ആണ്. Thrombosis, embolism and atherosclerosis and arteriosclerosis. ഇത്രയും എന്താണ്? All these are vascular. Then congenital heart disease. Congenital എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 1000 പേരുണ്ടെങ്കിൽ 8 പേർക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ, ജനിക്കുമ്പോഴേ ഉണ്ടാകും. പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളിലാണ് ഈ ഒരു കൺജനിറ്റൽ കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നത്. ജനിച്ച പടിയെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാൽഫോർമേഷൻസോ ചെറിയ ഊട്ടകളോ ലെഷൻസോ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. ചിലപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത് അറ്റ് ദ അഡൾട്ട് ഏജ്. സോ 2 ഫാക്ടേഴ്സ് ആണ് ജെനറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഓർ ഫാമിലിയൽ ഫോംസ് ഓഫ് കൺജനിറ്റൽ കാർഡിയക് മാൽഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ റുബല്ല ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇപ്പം അമ്മ ഗർഭിണി ആയിരിക്കുന്ന സമയം റുബല്ല ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ അതും നമ്മുടെ കുട്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതാണ് ആർട്ടീരിയൽ സെപ്റ്റം, വെൻട്രിക്കുലർ സെപ്റ്റം, പൾമണറി ആൻഡ് അയോർട്ടിക് സ്റ്റീനോസിസ്. അതിന് നടത്തിട്ടില്ല. Okay.
സോ അക്വയർഡ് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ ഡിസീസ് എന്തെങ്കിലും ഒരു എന്താ പറയാ ഡയബറ്റീസോ ഒബീസിറ്റിയോ ലാക്ക് ഓഫ് എക്സസൈസോ സ്മോക്കിങ്ങോ ഒക്കെ വരുമ്പോൾ നമുക്ക് വന്നു ചേരാവുന്നതാണ് അക്വയർഡ് ഹാർട്ട് ഡിസീസ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്താ? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റുമാറ്റിക് ഹാർട്ട് ഫീവർ, അതായത് ബീറ്റ ഹിമറ്റോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയം നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് ഡിസീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് അഫക്ട് ദ ത്രോട്ട്, പിന്നീട് അത് നമ്മുടെ ജോയിന്റ്സിലേക്കും ഫൈനലി ഹാർട്ടിലേക്കും ഒക്കെ അഫക്റ്റ് ആവാം. ദെൻ ഹൈപ്പർ ടെൻഷൻ, ഏറ്റവും ഒരു സൈലന്റ് കില്ലർ എന്നൊക്കെ അല്ല അറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ. അത് മറക്കാൻ പാടില്ല. ഇറ്റ് ഈസ് കോൾഡ് സൈലന്റ് കില്ലർ. കാരണം എന്താ? നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എന്താ? ബ്ലഡ് വെസൽസിൽ ബ്ലഡ് എക്സാർട്ട് ചെയ്യുന്നത് പ്രഷർ ആണ്. സോ കോമണസ് ഡിസോർഡേഴ്സ്, അപ്പം ഒരു ജനറ്റിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് മെഷർഡ് സിസ്റ്റോളിക് അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബി പി 120/80 ആണ് നോർമൽ എന്ന് വിചാരിക്കാം. ഇപ്പൊ വേണമെങ്കിൽ ഒരു 140-90 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ എന്ന് വിചാരിക്കും. അതിലും മുകളിൽ പോയാലാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. പ്രൈമറി ഹൈപ്പർ ടെൻഷനും ഉണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും ഉണ്ട്. പ്രൈമറി എന്താണ്? എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു. മിക്കവാറും 90% ഒക്കെ ആൾക്കാർക്ക് ഉള്ളത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ബി പി ഒക്കെ കയറുന്നു. ഓക്കെ, അപ്പം അത് എന്തെങ്കിലും ഒക്കെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം, ഇപ്പം റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസോ ബാരോമെട്രിക് ഫീഡ്ബാക്ക് മെക്കാനിസോ അങ്ങനെ എന്തെങ്കിലും ആകാം. ആൽഡോസ്റ്റിറോൾ അങ്ങനെയുള്ള സിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ കൊണ്ടായിരിക്കാം. അപ്പം ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയോൾസ് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയില്ല. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. ഇപ്പം റീനൽ ഡിസീസ്, ആർട്ടറിയോസ്ക്ലീറോസിസ്, ഹൈപ്പർ ആൽഡോസ്റ്റിറോസം, പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഓറൽ കോൺട്രാസെപ്റ്റീവ്, മാവോ, സൈക്ലോസ്പോളിൻ, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്നതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സയൻസ് എന്താണ്? ഹെഡ് വിത്ത് ടിനൈറ്റിസ്, അതായത് ചെവിയിൽ റിംഗിങ് സൗണ്ട് കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെഡ് വിത്ത് ടിനിറ്റസ് എന്ന് വിളിക്കുന്നത്. ബ്ലീഡിംഗ് മേ ഒക്കേഴ്സ് ഫ്രം ദ നോസ്, dizziness and vertigo, then edema of the optical disc, papil edema, intracranial pressure കൂടിയിട്ട് നമുക്ക് ബ്ലൈൻഡ്നെസ് വരെ സംഭവിക്കാം, ബ്രെയിൻ ഹെമറേജ്. സോ ബി പി ഈസ് വെരി വെരി ഡേഞ്ചറസ്. നമുക്ക് ഒരു മൂളുന്ന സൗണ്ട് പോലെ ചെവിയിൽ കേൾക്കാം. അതുപോലെ ബ്ലീഡിംഗ് ഉണ്ടാകാം ഫ്രം ദ നോസ്, ഡിസിനസ് ആൻഡ് വെർട്ടിഗോ, എഡിമ ഓഫ് ദ ഒപ്റ്റിക്കൽ ഡിസ്ക്, ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നതുകൊണ്ട് കണ്ണിന് കാഴ്ച വരെ പോകാം, ബ്രെയിൻ ഹെമറേജ്. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂ ടു ദ ഇംബാലൻസ് ബിറ്റ്വീൻ മയോകാർഡിയൽ ഡിമാൻഡും ബ്ലഡ് സപ്ലൈ. പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ കൊറോണറി ബ്ലഡ് വെസൽസിലേക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ബ്ലഡ് എത്തുന്നില്ല, സെൽസിന് സഫീഷ്യന്റ് ബ്ലഡ് കിട്ടുന്നില്ല. ആൻജിന പെക്ടോറിസ്, മയോകാർഡിയൽ ഇസ്കീമിയ, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. സോ വേരിയസ് ഫാക്ടേഴ്സ്. അപ്പം കാർഡിയോ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യാറുണ്ട്? ബി പി മെയിൻറ്റെയിൻ ചെയ്യും, ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് നോക്കും, പിന്നെ ഫാറ്റ് റിച്ച് ആയിട്ട് ഡയറ്റ് അവോയ്ഡ് ചെയ്യും, സ്മോക്കിംഗ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യും, ഒരു ലാക്ക് ഓഫ് എക്സസൈസ് കൊണ്ടാണ് ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെ അവർ മാറ്റും. ഇനി അഞ്ജൈന പെക്ടോറിസ് എന്താണ്? ഇറ്റ് ഈസ് പെരികാർഡിയൽ ഡിസ്കംഫോർട്ട്. ഇത് നെഞ്ചുവേദന എന്ന് വെറുതെ വിളിക്കാനാണെങ്കിൽ നെഞ്ചുവേദന എന്ന് നമുക്ക് അങ്ങനെ വിളിക്കാം. ഓക്കെ, സോ കോസ് ഓഫ് അഞ്ജൈന എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ കൊറോണറി ആർട്ടറി, അതെറോസ്ക്ലീറോസിസ്. ആ വെസലിന്റെ വാളിൽ വന്നിട്ട് ലിപ്പിഡ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സ്പാസം, ഇഡിയോപ്പതിക് ആകാം. അപ്പൊ കൊറോണറി എംബോളിസം, അത് ഒരിടത്ത് രക്തക്കട്ട വന്നിട്ട് അവൻ അവിടുന്ന് മറ്റൊരിടത്തേക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് അയോട്ടിക് സ്റ്റീനോസിസും കാൽസിഫിക് അയോട്ടിക് സ്റ്റീനോസിസും ഒക്കെ ഉണ്ടാകാം. സോ അഞ്ജൈന എന്ന് പറയുന്നത് ഓക്സിജന്റെ ഡിമാൻഡ് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഓഫ് ദ മയോകാർഡിയം, ആൻഡ് ഇറ്റ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് കണ്ടീഷൻ ഡ്യൂ ടു inavailability of oxygen to the coronary artery. So myocardium എന്ത് ചെയ്യും? It will become ischemic with the localized necrosis. pH of the coronary sinus blood fall ചെയ്യും, loss of cellular potassium, സെല്ലിനുള്ളിലുള്ള പൊട്ടാസ്യം കുറയുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അകത്ത് ECG എടുക്കുമ്പോൾ ഒരു ഡിറ്റീരിയോറേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ തൊറാക്സ് റീജിയനിൽ ഒരു പെയിൻ വരുന്നു, അത് കയ്യിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിംറ്റം. മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ബേൺ, പുകയുന്ന പോലെ സെൻസേഷൻ, ചോക്കിംഗ്, സ്ക്വീസിങ്. 30 സെക്കൻഡ് വരുന്നു, പിന്നീട് 30 മിനിറ്റിലേക്ക് ആ ഒരു പെയിൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു അഞ്ജൈനൽ അറ്റാക്ക് ആണ്. കുറച്ച് മിനിറ്റ് കൊണ്ട് കുറച്ച് മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഹെഡേക്ക് ആർ വെരി വെരി കോമൺ. Then next is
vascular disorder. First one is atherosclerosis. Vascular disorder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ നമ്മുടെ വെസലിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് vascular disorder എന്ന് പറയുന്നത്. അപ്പം atherosclerosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is characterized by patchy intimal thickness of coronary artery resulting into reduced അല്ലെങ്കിൽ obstructive blood flow to the heart. ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്ന ഒരു കേസിനെയാണ് നമ്മൾ vascular disorder atherosclerosis എന്നൊക്കെ വിളിക്കുന്നത്. സോ ദിസ് പാത്തോഫിസിയോളജി എന്ന് പറഞ്ഞാൽ atherosclerotic plaque നമ്മുടെ എന്താ പറയാ വെസൽ വാളിന്റെ ഉള്ളില് സ്മൂത്ത് വെസലിന്റെ ഉള്ളില് ഈ ലിപ്പിഡ് വന്നിട്ട് എന്താ പറയാ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഈ ഫാറ്റി സ്ട്രീക്ക് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇവൻ ഒരു ഫൈബ്രസ് ഫ്ലാഗ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ ഈ ഒരു കുഴലിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ വാഷ് ബേസിന്റെ അകത്തുള്ള കുഴലിന്റെ അകത്ത് കുറെ നാള് അഴുക്ക് പറ്റി പിടിച്ചാൽ എന്താ സംഭവിക്കാം? വെള്ളം സ്മൂത്ത് ആയിട്ട് താഴേക്ക് പോകില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ വെസലിനും ഈ പറയുന്ന ഫാറ്റ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതുപോലെ തന്നെ സുഖമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാനും ഒന്നും സാധിക്കില്ല. അതിന്റെ പ്രൊപ്പഗേഷനെ എല്ലാം അത് എഫക്ട് ചെയ്യും. സോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഡെപ്പോസിഷൻ ആൻഡ് ബൈ chronic endothelial injury. So the lipid deposition hypothesis postulates that the LDL penetrate into the arterial wall, leading to lipid deposition into the smooth muscle and microphages. Okay, so ഈ LDL deposit ചെയ്യുന്നത് കൊണ്ട് അത് ഓക്സിഡൈസ് ചെയ്യുന്നു, ഹീമോടാക്റ്റിക് ടു മോണോസൈറ്റ്, promote the migration into intima, അതേപോലെ അതിന്റെ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഹൈപ്പർ കൊളസ്ട്രീനിയ. അപ്പൊ മോണോസൈറ്റ്സ് ആ സർഫസിൽ വന്നിട്ട് എന്താ പറയാ ഒരു പത പോലെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ടാക്കുകയാണ്. ആൻഡ് ദീസ് ഫൈനലി ബിക്കം ഫൈബ്രസ് പ്ലേഗ്. The chronic endothelial injury occurs by various ways, produces loss of endothelium, aggregation of platelets, adhesion of platelets, and collectively ഇതിനെയാണ് നമ്മൾ ഫൈബ്രസ് പ്ലേഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സൈൻസ് ആൻഡ് സിംറ്റംസ് ആസ് സച്ച് atherosclerosis എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, ത്രോംബോസിസ്, അന്യൂറിസം, എംബോളിക് സൂപ്പർ വെൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിസീസിന് കാരണമാകും. ഓക്കെ, സോ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് രാത്രി കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡ് ആയിട്ട്, അതായത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അവിടെ വേദന, ക്ലൗഡേഷൻ, ഒരു കറുപ്പ് ഒക്കെ ഉണ്ടാകും. അഞ്ചയിലേക്ക് നമ്മൾ പൊതുവെ കൊടുക്കുന്നത് ആൻഡോഡിപ്പിൻ, ബെനിഡിപ്പിൻ, നിഫിഡിപ്പിൻ, ഡിറ്റിയാസം. അരിത്മിയക്ക് നമ്മൾ കൊടുക്കുന്നത് ഐസോപ്രനാലിൻ, ഡെൽറ്റിയാസം, ആഡിനോസിൻ. മയോകാർഡ് ഇൻഫ്രാക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ക്യാപ്റ്റോപ്രിൽ, രാമിട്രിൽ ആൻഡ് കാർഡിയോടോണിക്. ഓക്കെ, അത്രോസ്ക്ലീറോട്ടിക് ആണ് അറ്റോവാസ്റ്റാറ്റിൻ, ഫെനോഫൈബ്രിൻ ആൻഡ് അഡ്രിനലോൾ, ആംലോഡിപ്പിനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് എപ്പിലെപ്സി. എപ്പിലെപ്സി അറിയാലോ, ക്രോണിക് ആൻഡ് ഫങ്ഷണൽ ഡിസോർഡർ ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ്. യൂഷ്വലി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ബൈ റെക്കൻഡ് ജനറലൈസ്ഡ് ട്രാൻസിയന്റ് സീഷേഴ്സ്. സ്പോണ്ടേനിയസ്, നമ്മുടെ ബ്രെയിനിലുള്ള സിഗ്നൽസ് പ്രോപ്പർ ആയിട്ട് പോകില്ല, എവിടെ ഒരു ഡിസോറിയന്റേഷൻ വരുന്നതാണ് ഈ എപ്പിലെപ്സി. അപ്പം the occurrence of disorder is highest in the first 10 years. ആയിട്ട് ഒരു 10 വർഷം അതിന്റെ ഒരു എന്താ പറയാ വളരെ കൂടുതലായിരിക്കും ഓക്കറൻസ്. പിന്നീട് അത് കുറയുന്നതായിട്ട് കാണാം. അതേപോലെ ആക്സിഡന്റ്, ട്യൂമർ, സീരിയസ് സർജറീസ്, സൂസൈഡ്സ് ഒക്കെ ഇതിന് കാരണമാകാറുണ്ട്. സോ സീഷർ എന്ന് പറയുന്നത് പ്രൈമറി അല്ലെങ്കിൽ അക്വയർഡ് അബ്നോർമാലിറ്റി ഓഫ് ദ CNS ഫംഗ്ഷൻ, മെറ്റബോളിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അപ്പം എക്സൈറ്റേഷൻ ആൻഡ് ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസിന്റെ ഒരു ഇംബാലൻസ് ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗാബ സോഡിയം ചാനൽ അല്ലെങ്കിൽ പൊട്ടാസ്യം ചാനലിന് അവിടുത്തെ ഡീപോളറൈസേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ല ഒരു എബിലിറ്റി ഉണ്ട്. അവ രണ്ട് തരത്തിലുള്ള സീഷേഴ്സ് ആണുള്ളത്. ജനറലൈസ്ഡ് പറയുകയാണെങ്കിൽ ഒന്ന് ജനറലൈസ്ഡ് ആൻഡ് പാർഷ്യൽ സീഷേഴ്സ്. ജനറലൈസ്ഡ് സീഷേഴ്സ് പറയുകയാണെങ്കിൽ അവര് സെറിബ്രൽ കോർട്ടെക്സിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി ആൻഡ് പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി. ഗ്രാൻഡ് മാൽ എന്ന് പറഞ്ഞാൽ അവിടെ സഡൻ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ഇൻഡിവിജ്വലെ പെട്ടെന്ന് താഴെ വീഴും, ക്ലോണിക് ജെർക്ക് ഉണ്ടാകും. ഒരു 30% മിനിറ്റ് ഇത് ലാസ്റ്റ് ചെയ്യുവാൻ അവസാനം അയാൾക്ക് നടന്ന കാര്യം ഒന്നും റെക്കഗ്നൈസ് ചെയ്യാനും റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ് ഈസ് പെറ്റിറ്റ് മാൻ. സോ അവിടെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നു, കുറച്ച് നേരത്തേക്ക് ബ്ലിങ്കിങ് ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫേഷ്യൽ മൂവ്മെന്റ്സ് ഒന്നും കാണിക്കാനായിട്ട് പേഷ്യന്റ് സാധിക്കില്ല.
നെക്സ്റ്റ് ഈസ് പാർഷ്യൽ സീഷേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സിമ്പിളും ഉണ്ട് അതേപോലെ കോംപ്ലക്സും ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ കോൺഷ്യസ്നസ് നഷ്ടപ്പെടുന്നില്ല, പക്ഷെ ബ്രെയിൻ ലെഷൻസിന്റെ എവിടെയൊക്കെയോ എന്താ പറയാ ചെറിയ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ബോഡിയുടെ ഏതെങ്കിലും ഒക്കെ പാർട്ട് മാത്രം തരിക്കുകയൊക്കെ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കോംപ്ലക്സ്. അവിടെ സൈക്കോമോട്ടർ സീഷേഴ്സ് ആണ്, ടെമ്പോറൽ റീജിയനിലായിരിക്കും സംഭവിക്കുക. കുറച്ച് നേരത്തേക്ക് ചുറ്റി നടക്കുന്ന കാര്യങ്ങളൊന്നും പേഷ്യന്റിന് അറിയാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് കൊടുക്കുന്ന ഡ്രഗ്സ് ലോങ് ടേം തെറാപ്പി കൊടുക്കുക. കാർബമസെപ്പിൻ, ക്ലോണാസെപ്പാം, ഫോസ്ഫെനറ്റോയിൻ, ഫെനറ്റോയിൻ, സോഡിയം വാൽപറേറ്റ്, ലെവിറ്ററാസെറ്റൽ, ഫിനോബാർബിറ്റൽ, ക്ലോബാസൽ, ലാർജ് പുതിയതായിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഫാർമക്കോളജി എടുക്കുന്ന സമയത്ത് എപ്പിലെപ്സി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ക്ലിനിക്കൽ ഫാർമസിയിൽ നമുക്ക് ബേസിക്കലി ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നാളെ ഞാൻ എപ്പിലെപ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കൂടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.